പാലക്കാട്, ആലപ്പുഴ എന്നീ ജില്ലകളിൽ നടന്ന PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ നമുക്കൊന്ന് വിലയിരുത്താം. അതിലെ കണക്കിന്റെ ഭാഗമാണ് നമ്മൾ കൂടുതലായി വിലയിരുത്തുന്നത്. അതിനെ നമ്മൾ കൃത്യമായി വിശകലനം ചെയ്തു പോകാം. അതിൽ 71ാമത്തെ ചോദ്യം, 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപയാണ് വില. അവിടെ വെക്കട്ടെ. ഓരോരോ വാചകങ്ങളായിട്ട് ചെയ്തിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ ഇത് ഒരു ഭാഷാവാചകമാണ്. ഭാഷാവാചകത്തെ സംഖ്യാവാചകമാക്കി മാറ്റാം. അതെങ്ങനെ മാറ്റാം? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ചലങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. എക്സും വൈയും പോലെയുള്ള ചലനം. അപ്പൊ ഏതെങ്കിലും ഒന്ന് എക്സ് എടുക്കുക, മറ്റൊന്ന് വൈ എടുക്കുക. അതായത് പെൻസിലിന്റെ വില എക്സ് എടുക്കുക, പേനയുടെ വില വൈ എടുക്കുക. ഇതിനെ തിരിച്ചു പോയാലും കുഴപ്പമില്ല. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു സംഖ്യാവാചകം ഉണ്ടാക്കാം. അപ്പൊ അതിന് എന്ത് വന്നു? 3 പെൻസിലിനും 4 പേനയ്ക്കും പെൻസിലിന്റെ വില എക്സ് ആണ് വിചാരിക്കുക. അപ്പൊ 3 പെൻസിലാണെങ്കിൽ എന്ത് വന്നു? 3 പെൻസിലിന്റെ വില 3x കിട്ടി. 4 പേനയുടെ വില 4 രൂപ. അതെത്രയാണ്? അത് 66. അപ്പൊ നമ്മൾ ആ പറഞ്ഞ വാചകത്തിന് ഇങ്ങനെ കിട്ടും. 3x + 4y = 66 എന്ന് കിട്ടും. ഇറ്റ്സ് ഓക്കെ. ഞാൻ അടുത്ത വാചകം 6 പെൻസിലിനും 3 പേനയ്ക്കും ആണെങ്കിൽ 72 രൂപ. അപ്പൊ 6 പെൻസിലാണ് 6x ആയി, 3 പേനയാകുമ്പോൾ 3y ആയി, അത് 72. ഇതിന് ഒന്നാമത്തെ സമവാക്യം, ഇത് രണ്ടാമത്തെ സമവാക്യം. ഇതിന് കൂട്ടലും കുറയ്ക്കലും ആകുമ്പോഴാണ് നമുക്ക് അതിന് വേറൊരു ഇത് കിട്ടേണ്ടത്. അപ്പൊ ഉള്ള പ്രശ്നം എന്താ? ഇവിടെ എക്സും വൈയും ഒരുപോലെയല്ല. ഇവിടെ 3x ആണ്, ഇവിടെ 6x ആണ്, ഇവിടെ 4y ആണ്, ഇവിടെ 3. ഒരുപോലെ ആക്കണം. തീർച്ചയായിട്ടും നമുക്കിവിടെ എക്സ് ഒരുപോലെ ആക്കാനുണ്ട്. 3x 6x ഇരട്ടിയാണ്. ഒന്ന് ആ ഒരു ഗുണമുണ്ട്. രണ്ടാമത്തത് നമുക്ക് കിട്ടേണ്ടത് പേനയുടെ വിലയാണ്, അത് വയ്യാണ്. അപ്പൊ വയ്യനെ അവിടെ എക്സ് ഒഴിവായി കിട്ടാൻ നമുക്ക് എടുക്കാം. അപ്പൊ അതിനെന്താ വഴി? ഒന്നാമത്തെ സമവാക്യത്തെ 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഗുണിക്കാം. അപ്പൊ എങ്ങനെ കിട്ടും? 3x-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6x, 4y-യെ 2 കൊണ്ട് ഗുണിച്ചാൽ 8y, 66-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 132. ഇത് മൂന്നാമത്തെ സമവാക്യം. ഈ മൂന്നാമത്തെ സമവാക്യത്തിൽ നിന്ന് രണ്ടാമത്തെ സമവാക്യം കൊടുത്താൽ എന്താ കാരണം? ഇവിടെ നോക്കുമ്പോൾ 8y-ന്റെ ഇവിടെ 3y ആണ്. അപ്പൊ അതൊന്നും ചേർത്ത് വയ്ക്കാനില്ല. അവിടെ 132 ഇവിടെ കിട്ടില്ല. 3-ന് 2 വയ്ക്കാനാണ്, 2-ന് 3 വയ്ക്കാനില്ല. 2-ന് 3 വയ്ച്ചാൽ ഉത്തരം കിട്ടും. പക്ഷെ മൈനസ് ആവുന്ന പ്രശ്നമാണ്. അതിനേക്കാളും നല്ല ഇതാണ്. അപ്പൊ എങ്ങനെ കിട്ടും? ഇതെങ്ങനെ കിട്ടും? 6x + 8y = 132 മൈനസ് 6x + 3y = 72. 6x പോയ 0ആയി. 8y-ന് 3y കുറച്ച് 5y കിട്ടും. 132-ന് 72 പോയ 60 എന്ന് കിട്ടും. 5y = 60. y = 60/5 അല്ലെങ്കിൽ 60 ഹരിക്കണം 5 = 12 രൂപ എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്താം. അതിന്റെ ഓപ്ഷൻ അവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ആവശ്യമായ കാര്യങ്ങൾ എഴുതിയെടുക്കുക. ഇതുപോലുള്ള കണക്കുകൾ നമുക്ക് ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. അടുത്ത കണക്ക് എന്ന് പറയുന്നത് എന്താ? തീവണ്ടി 300 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ 4 മണിക്കൂർ 30 മിനിറ്റ് 4.5 മണിക്കൂർ ആവശ്യമുണ്ട്. അതായത് ദൂരം D 360 കിലോമീറ്റർ. 4:30 അല്ലെങ്കിൽ 4.5 മണിക്കൂർ അല്ലെങ്കിൽ 4.5 മണിക്കൂർ = 9/2 മണിക്കൂർ.
ഏത് ഉപയോഗിക്കാം? 4.5 ഉപയോഗിക്കാം, 4.5 ഉപയോഗിക്കാം, 9/2 ഉപയോഗിക്കാം. ഏതായാലും കുഴപ്പമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് എന്താ ഉത്തരം? സ്പീഡ് അല്ലെങ്കിൽ വേഗത എസ് സമം d/t നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് വേഗത സമം ദൂരം ബൈ സമയം. ദൂരം ബൈ സമയം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് വെച്ച് നേരെ പഠിച്ച് ചെയ്താൽ എന്ത് കിട്ടും? 360 ബൈ 4.5. ഈ പോയിന്റ് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 3060. ഇതിനെ 10 കൊണ്ട് 360 10 കൊണ്ട് വിളിച്ചാൽ നമുക്ക് 3600 എന്ന് കിട്ടും. 3600 ബൈ 45 എന്ന് കിട്ടും. അത് 80 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. 80 കിലോമീറ്റർ 80 ക്യാൻസൽ ഒന്നിൽ. അല്ലെങ്കിൽ 360 ബൈ 4 എന്നത് 9/2. 4 9/2. 360 ബൈ 9/2. 360 ഹരിക്കണം 9/2. ഇങ്ങനെ കുഴപ്പമില്ല. ആ റേറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല 360 ഹരിക്കണം 9/2. ഹരിക്കുക എന്നുള്ള തിരിച്ചിട്ട് ഗുണിക്കലാണ് നമുക്കറിയാം. അപ്പൊ 360 × 2/9 സമം 720/9 അല്ലെങ്കിൽ 9 360 വെട്ടിയിട്ട് ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 40 × 2 80 കിലോമീറ്റർ പെർ മണിക്കൂർ എന്നുള്ളത് നമുക്കതിൽ നിന്ന് കിട്ടും. വളരെ ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമേ ഉള്ളൂ. ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ ഭിന്നസംഖ്യയെ കണ്ടെത്തുകയാണ്. ഏതൊക്കെ ഭിന്നസംഖ്യകളുള്ളത്? 2/5, 7/10, 3/4, 2/3. നമുക്കറിയാം ഭിന്നസംഖ്യകൾ 3 തരത്തിലാണ്. ഒന്ന് സാധാരണ ഭിന്നം, ഒന്ന് വിഷമ ഭിന്നം, ഒന്ന് മിശ്ര ഭിന്നം. സാധാരണ ഭിന്നം മിശ്രഭിന്നത്തെക്കാളും വിഷമഭിന്നത്തെക്കാളൊക്കെ ചെറുതാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഏതൊക്കെ സാധാരണ ഭിന്നം ഏതൊക്കെ വിഷമ ഭിന്നം എന്ന് നോക്കിയാൽ തന്നെ ഒറ്റ അടിയും കിട്ടും. ഒരു പ്രയാസമില്ല. മറ്റു കണക്കുകൾ സാധാരണ തരം കണക്കുകൾ തരാറില്ല, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തരാറ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നോക്കാം. 2/5 എന്താണ്? ഇത് സാധാരണ ഭിന്നാണ്, കാരണം അംശം ചെറുത് ചേർന്നത്. ഓക്കെ. 7/10 എന്താ? അതും അംശം ചെറുത് ചേർന്ന് വരുന്നത്. 3/4 എന്താ? അതും അംശം ചെറുത് ചേർന്ന് വരും. 2/1 എന്താ? ഇത് വിഷമ ഭിന്നം, കാരണം 1 വലുതാണ് 2 എന്ന് പറഞ്ഞാൽ അംശം ആണ് വലുത്, ഛേദം ചെറുതാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു വിഷമഭിന്നമാണ്. വിഷമഭിന്നം എന്ന് പറയുന്നത് എന്ത് തന്നെയായാലും സാധാരണ ഭിന്നത്തെക്കാൾ വലുതാണ്, ഒരു സംശയമില്ല. അപ്പൊ അതിന്റെ ഉത്തരം 2/1. നമുക്കത് ഈസി ആയിട്ട് കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, ഡൗട്ട് എന്ന് കരുതുന്നു. വീടിന് ചായം തേക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിന്റെ കൂടെ 3 ലിറ്റർ തക്കൻ്റെ വേണം. വേണമെങ്കിൽ അതിനെ നമുക്ക് അംശം മനസ്സിലാക്കാം. 24 ഈസ്റ്റു 3. 24 ഈസ്റ്റു 3 8 ഈസ്റ്റു 3. 8 ലിറ്റർ ചായം എടുത്താൽ 1 ലിറ്റർ തക്കൻ്റെ വേണം. അതാണ് എന്റെ കണക്ക്. 8-1. വളരെ ഈസിയാണ്. 8-1 ആണെങ്കിൽ 16-2 ആണ്, 24-3 ആണ്. അടുത്ത എന്താ ചോദ്യം? 32 എത്രയാണ്? 32 എത്രയാണ്? 32-4. എന്നാൽ 24 3 കഴിച്ചാൽ ഇവിടെ 8 ആണ് കിട്ടുക. അതായത് 8 ഇരട്ടിയാണ്. അതായത് ടർപ്പൻ്റെ 8 ഇരട്ടിയാണ് ചായ. അല്ലെങ്കിൽ ചായത്തിന്റെ 8-1 ടർപ്പൻ്റെ. അപ്പൊ നമുക്ക് തീർച്ചയായും 32 ആണെങ്കിൽ 4 ആയിരിക്കും. 4ന്റെ 8 ഇരട്ടിയാണ് 32 ആണെങ്കിൽ 32ന്റെ 8-1 4. അപ്പൊ ഉത്തരം അത് 4 ലിറ്റർ എന്നുള്ളത്. ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.
ഇനി 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. 4 വർഷം മുമ്പ്. വേണമെങ്കിൽ ഇപ്പോഴത്തെ വയസ്സെടുത്ത് 4 വർഷത്തേക്ക് അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ അപ്പോഴത്തെ വയസ്സെടുത്ത് ഇങ്ങോട്ട് പോരാം. എപ്പോഴും നല്ല എന്താ പഴയ വയസ്സെടുത്ത് മുന്നോട്ട് പോരാ. കാരണം എന്താ, അപ്പൊ കൂട്ടിയാൽ മതി, അല്ലെങ്കിലോ കുറയ്ക്കാം. എന്ത് തന്നെയായാലും കൂട്ടലിനേക്കാൾ ബുദ്ധിമുട്ടാണ് കുറയ്ക്കൽ വ്യവകലനം. അപ്പൊ നമുക്ക് പഴയത് എടുക്കാം. പഴയത് എന്താ, 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ്. അപ്പൊ റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായം എക്സ് ആയി. 4 വർഷം മുമ്പ് 4 വർഷം മുമ്പ് രാമുവിന്റെ പ്രായം എക്സ് ആയി. അപ്പൊ തീർച്ചയായും റഹീമിന്റെ പ്രായം 3 എക്സ് ആയി, 3 ഇരട്ടി. അത് 4 വർഷം മുമ്പാണ്. അപ്പൊ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് ഇതിലൂടെ നമ്മൾ കൂട്ടണം. രാമുവിന്റെ റഹീമിന്റെ 3 പ്ലസ് 4. ഇപ്പോഴത്തെ ഇനിയോ, ഇനി 2 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം. 2 വർഷം കഴിയുമ്പോൾ എന്തായി? 2 വർഷം കഴിയുമ്പോൾ എന്തായി? എക്സ് പ്ലസ് 4 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 6 എന്ന് ഇവിടെ കിട്ടും. ഇവിടെ കിട്ടും 3x പ്ലസ് 4 പ്ലസ് 2x 3x പ്ലസ് 6 എന്ന് കിട്ടും. 3x പ്ലസ് 6 എന്ന് കിട്ടും. 3x പ്ലസ് 6. ഇനി എന്താ തമ്മിൽ ഒരു ബന്ധം പറയുന്നത്? എന്താണ്? ഇത് 2 മടങ്ങാവും എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 6ന്റെ 2 മടങ്ങാവും 3x പ്ലസ് 6. 2 മടങ്ങാവും എന്നാണ്. അപ്പൊ ഇങ്ങനെ വരും എക്സ് പ്ലസ് 6 ഇൻറ്റു 2 സമം 3x പ്ലസ് 6 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 12 സമം 3x പ്ലസ് 6. ഈ 2x അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ എന്ത് കിട്ടും? 3 ഇവിടെ 3x കുറയ്ക്കണം. 3x കുറയ്ക്കണം 2x വരും. അപ്പൊ എത്ര വരും? ഇവിടെ x വരും. ഈ 2x ആകുമ്പോൾ 3x കുറയ്ക്കണം 2 എന്ന് പറഞ്ഞാൽ x വരും. പിന്നെ ഈ 6 ഇങ്ങോട്ട് വരുമ്പോൾ 12ന്റെ റൂം 12 കുറയ്ക്കണം 6 സമം 6. അപ്പൊ x സമം 6. x സമം 6 എന്ന് പറഞ്ഞാൽ അത് 4 വർഷം മുമ്പാണ്. അപ്പൊ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് 10 വയസ്സാണ്. ആർക്കെങ്കിലും. അപ്പോ തീർച്ചയായിട്ടും റഹീമിന് 20 വയസ്സുണ്ടാവും. ഓക്കെ, അതാണ് അതിൽ കിട്ടൽ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് കാണാം. എന്താ ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ്. എത്ര ചാടിപ്പോയി എന്ന് മാത്രം നോക്കിയാൽ മതി. എന്താണ്? MARK PDUM. എമ്മിന് പകരം പി ആണ്, എക്ക് പകരം ഡി ആണ്, പിക്ക് പകരം യു ആണ്, കെക്ക് പകരം എൻ ആണ്. എത്ര ചാടിപ്പോയി? 2 ആണ്. അത് എം കഴിഞ്ഞാൽ എന്നുണ്ട് ഓണ്ട്. 2 കണക്കാക്കാതെ നേരെ പിയിലേക്ക് 2 അക്ഷരം ചാടി കടന്നിട്ടാണ് പോകുന്നത്. അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നോക്കാൻ. എ കഴിഞ്ഞാൽ ബിയും സിയും കഴിഞ്ഞ് ഡി ആണ്. 6 കഴിഞ്ഞാൽ എസും ടിയും കഴിഞ്ഞ് യു ആണ്. അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ SCOR എന്ന് വരും. എസ് കഴിഞ്ഞിട്ട് ടിയും യുവും കഴിഞ്ഞിട്ട് ഏതാ വരിക? ബി എന്ന് വരും. അപ്പൊ ആദ്യത്തെ അക്ഷരം ബി ആണ്. പിന്നെയോ പിന്നെ സി ആണ്. സി ആകുമ്പോ ഡിയും ഇയും കഴിഞ്ഞാൽ എന്ത് വരണം? എഫ് വരും. ഓപ്ഷൻ 2 എഫിലുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനിയോ ഓക്കെ വരും. പിയും ക്യൂവും കഴിഞ്ഞാൽ പിന്നെ ആർ വരണം. ആർ ഏതാണത്? പിന്നെ ആർ കഴിഞ്ഞാൽ എസും ടിയും കഴിഞ്ഞാൽ യു. നമുക്ക് എന്ത് കിട്ടി? എന്ന് കിട്ടി. അത്രയുള്ളൂ. നമുക്ക് എപ്പോഴും നമ്പർ ഇതിനേക്കാൾ നല്ല എത്ര ചാടി എത്ര അപ്പുറം പോയി എന്നുള്ളതാണ്. ABCDEF നമ്മൾ കുട്ടിക്കാലം മുതൽ അറിയുന്നതാണ്. നമുക്ക് അതിന് ഓർഡർ കിട്ടും. അപ്പൊ എത്ര അക്ഷരങ്ങൾ ചാടി മറികടന്നിട്ടാണ് പോകുന്നത് എന്ന് നോക്കിയാൽ
നമുക്കത് കിട്ടും. അങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടാണ്. ഓക്കെ. ഈ പട്ടികജാല കണ്ടത്തിൽ വളരെ ഈസി, അത്ര ഈസി ചോദിക്കാറില്ല. 2, 3, 4, 5 ഒന്നുമില്ല. അഭാജ്യ സംഖ്യകളാണ്. 2 അഭാജ്യ സംഖ്യയാണ്, 3 അഭാജ്യ സംഖ്യയാണ്, 5 അഭാജ്യ സംഖ്യയാണ്. അഭാജ്യ സംഖ്യ അല്ലാത്ത ആരാ? 4. ആൻസർ എത്രയാ? 4. ആൻസർ 4. അത്രയുള്ളൂ. അടുത്ത 2 സംഖ്യകൾ ആദ്യത്തെ രണ്ടാമത്തേതിന്റെ 5 ഇരട്ടിയാണ്. 2 സംഖ്യകളിൽ ആദ്യത്തെ രണ്ടാമത്തേതിന്റെ 5 ഇരട്ടിയാണ്. അപ്പൊ ആദ്യത്തെ എക്സ് ആണെങ്കിൽ 5x. സംഖ്യകളുടെ തുക എക്സ് പ്ലസ് 5x. എക്സ് പ്ലസ് 5x എത്രയാ? 6x. സംഖ്യകളുടെ തുക എത്രയാ? അത് 96. 6x സമം 96 ആണെങ്കിൽ എക്സ് സമം 96 ഹരിക്കണം 6 സമം 16. ചെറിയ സംഖ്യ 16. ഇപ്പൊ വലിയ സംഖ്യ 80. അപ്പൊ അതിനകത്ത് 5 ഇരട്ടിയാണ് 80. വളരെ ഈസി ആയിട്ട് നമുക്കത് കിട്ടും. അടുത്തത് ഡയറക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ദിക്കും ദിശയും എന്നുള്ളത് നമുക്ക് ചെയ്യാം. ഇതിനുള്ള എഴുത്തുകൾ എന്ന് പറയുന്നത് ആദ്യം തെക്കോട്ടാണ് പോകുന്നത്. തെക്കോട്ടിന്റെ ചിഹ്നം എസ്. തെക്കോട്ട് പോയിട്ട് വലത്തോട്ട് പോയാൽ എങ്ങോട്ട്? തെക്കോട്ട് പോയിട്ട് അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ പടിഞ്ഞാറ്. അടുത്തോട്ട് പോയല്ലോ കിഴക്കാണ്. അപ്പൊ ഇയും എസും ഡബ്ല്യു കഴിഞ്ഞ് ബാക്കിയുള്ള ഇങ്ങനെ എഴുതിട്ട വളരെ ഈസിയാണ്. ഇനി അങ്ങനെ അതിന്റെ താഴെ കൊടുക്കാം. എന്താ കൊടുക്കാനുള്ളത്? വീട്ടിൽ നിന്ന് 300 മീറ്റർ തെക്കോട്ട് കാണും. സ്ഥലത്തിന്റെ താഴെ 300 മീറ്റർ താഴെ പിന്നെ തെക്കോട്ട് കാണും. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ. ഇടത്തോട്ട് ഈസ്റ്റാണ്. എത്ര 100 മീറ്റർ 100 മീറ്റർ ആണ്. പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ്, ഇപ്പോ ഈസ്റ്റിന്ന് പിന്നെ വലത്തോട്ട് 100 മീറ്റർ പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ. ഇടത്തോട്ട് പോയിട്ട് ഇവിടെ വലത്തോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഏതാ ഡയറക്ഷൻ? സൗത്ത് തന്നെയാണ്. അപ്പൊ അവിടേക്ക് എത്ര? 200 മീറ്റർ പോയി. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ്, സൗത്തിന്റെ വലത് എന്ന് പറഞ്ഞാൽ ഏതാണ്? വെസ്റ്റാണ്, അതായത് പടിഞ്ഞാറ്. അവിടേക്ക് എത്ര പോയി? 100 മീറ്റർ. ഇവിടെ 100 മീറ്റർ സഞ്ചരിച്ച് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നാൽ അയാൾ വീണ്ടും ഏത് ദിശയിൽ എത്തത്തില്ല. ഇവിടെ എന്താണ് കൂട്ടില്ല? ഇവിടെ 100 വന്നു, ഇവിടെ 300, 200, 500 വന്നു, ഇവിടെ 200. എന്താണ്? പിന്നെ കിഴക്കോട്ട് 100 മീറ്റർ സഞ്ചരിച്ചിട്ട് വീണ്ടും പടിഞ്ഞാട്ട് 100 മീറ്റർ സഞ്ചരിച്ചാൽ എന്താ? അത് ക്യാൻസൽ ആയി. ആളുകൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെയാണ് അല്ലെ? അപ്പൊ ഈ 100ഉം ആ 100ഉം ആവശ്യമില്ല. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. അപ്പൊ ഈക്വലായി 0. ഇനി അതേപോലെ സൗത്തും നോർത്തും ഉണ്ടെങ്കിൽ, ഇവിടെ പിന്നെ 100 ഉണ്ടെങ്കിൽ അങ്ങനെ അത് ഈ 500 കുറയ്ക്കണം. ഉണ്ടെങ്കിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതും ക്യാൻസൽ ആയി. കാരണം കിഴക്കും പടിഞ്ഞാറും. കിഴക്കോട്ട് 100 മീറ്റർ സഞ്ചരിച്ച് വീണ്ടും പടിഞ്ഞാറോട്ട് 100 മീറ്റർ സഞ്ചരിച്ചാൽ അവിടെ 0. പിന്നെ അതിന്റെ കാര്യമാക്കട്ടെ. പിന്നെ ആരാളുള്ളത്? 500 മീറ്റർ. ഈ 500 മീറ്റർ എങ്ങോട്ടാ? തെക്കോട്ടാണ്. അപ്പൊ ഉത്തരത്തിലാണ് 500 മീറ്റർ തെക്കോട്ട് എന്നുള്ളതാണ് അതിന്റെ തെക്ക്. 500 മീറ്റർ തെക്ക് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഓക്കെ. ഇനി ക്ലോക്കിലെ സമയം 5:10 ആയ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും? ക്ലോക്കിലെ സമയം 5:10. 5:10. ക്ലോക്കിലെ സമയം 5:10 ആയ പ്രതിബിംബം. പ്രതിബിംബവും ക്ലോക്കിലെ സമയം തമ്മിലുള്ള ബന്ധം എന്താ? 2 കൂട്ടിയാൽ 12 കിട്ടും. പക്ഷേ ഏതായാലും നടക്കട്ടെ. ഇനി അപ്പൊ 5:10 ഇനി എത്ര ഉണ്ട്? 12ലേക്ക്. അപ്പൊ ആദ്യം മിനിറ്റ് കണക്കാക്കി. വളരെ ഈസിയാ. 10. 10ലൂടെ 50 കൂട്ടിയാൽ എന്തായി? 10ലൂടെ 50 കൂട്ടിയാൽ 60. 60 1 മണിക്കൂറായി. എന്ന് പറഞ്ഞാൽ 5:10ലൂടെ 50 മിനിറ്റ് കൂടി ചേർത്താൽ എത്രയായി? 50 മിനിറ്റ് കൂടി ചേർത്താൽ 6 മണി. 6 മണി. ഇനിയോ
6 മണി മുതൽ 12 മണിയാവുമ്പോഴേക്ക് എത്ര വേണം? ഒരു 6 മണിക്കൂർ. മൊത്തത്തെ 6 മണിക്കൂറും 50 മിനിറ്റ്. അപ്പൊ ക്ലോക്കിലെ സമയം 5:10 പ്രതിബദ്ധത്തിൽ എത്ര കാണും? 6:50 അത് കാണും. വളരെ ഈസി. 2 കൂട്ടി 12 ആയാൽ മതി. വേറെ ഒന്നും നോക്കാനില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. 10 ചോദ്യങ്ങളാണുള്ളത്. 10 ചോദ്യങ്ങളും നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. യൂട്യൂബുമായി സഹകരിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ട്. ഇനിയും കണക്കുകൾ ഇതുപോലെ ഉള്ള വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.